തന്നെ ടെറസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഗ്രോ ബാഗിലും അതുപോലെ സിമെൻറ്റ് ചാക്കിലൊക്കെയാണ് ഈ ടെറസിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ചാക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ടെറസുമായിട്ട് മുട്ടിയിരിക്കുമ്പോൾ ടെറസിന് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചിലവ് കുറഞ്ഞൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് നമ്മുടെ തെർമോക്കോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന തെർമോക്കോളുകൾ ഉണ്ടാവില്ല, ഇങ്ങനെ വലുതായാലും ചെറുതായാലും ഒക്കെ പറ്റും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് പൊക്കി വെക്കുക, അല്ലെങ്കിൽ ഇഷ്ടിക വെച്ചിട്ട് പൊക്കിയിട്ട് സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വെള്ളരിക്ക് നടന്നത്. അപ്പോൾ ഈ വെള്ളരി എങ്ങനെ മുളച്ചു വന്നെന്ന് വെച്ചാൽ നമ്മൾ കറിക്ക് മേടിക്കുന്ന വെള്ളരിയുടെ വിത്ത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേ തൈകൾ എൻ്റെ കയ്യിൽ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നടുക നമ്മുടെ ടെറസിൽ വളരെ കനം കുറഞ്ഞ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കരിയില മാത്രം ഇട്ടിട്ടാണ് അതുപോലെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് ഞാൻ വെള്ളരി നടാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളരി ടെറസിൽ മുളച്ച് വന്നിട്ടുണ്ട്, വെള്ളരി തൈകൾ. അപ്പോൾ അതാണ് കണിവെള്ളരിയാണ്, നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളരിയാണ്, കുക്കുമ്പർ അല്ല. അപ്പോൾ അതുപോലെ ഒരുപാട് നമ്മുടെ പച്ചക്കറികളുടെ ഇടയിൽ വിത്ത് വെറുതെ വേസ്റ്റ് വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മുളച്ച് വരുന്നതാണ്. നമ്മൾ ഒരിക്കൽ കറിക്ക് ഇതുപോലെ വെള്ളരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിത്തെടുത്തിട്ട് നമ്മളിതുപോലെ നമ്മുടെ ഏതെങ്കിലും പച്ചക്കറിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തൈകൾ മുളച്ച് വരും. അങ്ങനെയാണ് എനിക്ക് കുറേ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. 1, 2 അല്ല 10 കൂടുതൽ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. എല്ലാ തൈകളും ഇതുപോലെ സിമെൻറ്റ് ചാക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കരിയില നിറച്ചിട്ട് നമ്മളിങ്ങനെ നട്ടു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടും. അപ്പോൾ ഇതിന് നല്ലൊരു വളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക ഡബിൾ വലുപ്പത്തിലാണ് നമുക്ക് ഉണ്ടായി കിട്ടുക. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് വെള്ളരി നടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. വെള്ളരി എല്ലാവരുടെ പറമ്പുകളിലും വെറുതെ മുളച്ച് വരും, കായ ഉണ്ടാവും, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ടെറസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതിന് പടരാൻ ആവശ്യത്തിനുള്ള നമ്മുടെ വള്ളികളൊക്കെ കെട്ടിക്കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെറസിൽ വേറെ കൃഷികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ചുറ്റിപ്പറ്റാണ്ട് ഇതിനൊക്കെ ഒരു ഏരിയയിൽ അടക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റാൻഡ് തെർമോക്കോൾ കൊണ്ട് ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് ഞാൻ ഇതിനെല്ലാത്തിനും പരിവരിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മത്തൻ കൂടി ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്തേ നമ്മുടെ വേപ്പും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി എക്സെറ്റ്. അപ്പോൾ വെള്ളരിക്ക് അങ്ങനെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വെള്ളരി ഇതിലും ഡബിളായിട്ടുള്ള വളർച്ചയിലാവണമെങ്കിൽ ഇതിൻ്റെ നല്ലൊരു വളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അതിനുള്ള വളമാണ് ഇതുപോലെ മുട്ടത്തോട്, അതുപോലെ ചായപ്പിണ്ടി, ഇതൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കുന്ന പഴത്തൊലി, ഇതെല്ലാം നമ്മളൊരു പാത്രത്തിൽ ശേഖരിച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് എമൗണ്ട് ആകുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കട്ടെ. മുട്ട ഉണക്കി പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതുപോലെ അരച്ചെടുക്കട്ടോ. കഴുകി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുട്ടത്തോട് നമ്മളിതുപോലെ മുട്ട ഉപയോഗിച്ചതിന് ശേഷം മുട്ടത്തോട് ഇങ്ങനെ ഒരു ഡപ്പിയിൽ ഇട്ടാൽ മതി, അതുപോലെ ചായപ്പിണ്ടി ഇട്ടാൽ മതി. എന്നിട്ട് പഴത്തൊലിയും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരക്കുക. എന്നിട്ട് അത് കഞ്ഞിവെള്ളവുമായിട്ട് മിക്സ് ചെയ്യാം. പുളിച്ച കഞ്ഞിവെള്ളം ആവണമെന്നില്ല, ചൂടാറിയ കഞ്ഞിവെള്ളമായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് കുളിപ്പിക്കാൻ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരച്ചിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കഞ്ഞിവെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ ഒരു കഷ്ണം ശർക്കര കൂടി ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവിധ പച്ചക്കറികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇരട്ടി വിളവാണ് ലഭിക്കട്ടെ. അപ്പോൾ എല്ലാ മാസത്തിൽ ഒരു വട്ടം എന്തായാലും ഈ ഒരു വളം നമ്മുടെ പച്ചക്കറിക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് വളങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നല്ല റിസൾട്ട് തരുന്ന വളങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ അരച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇതിലേക്ക് ഒരു ശർക്കരയുടെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ മണദുർഗന്ധം വരാതിരിക്കാനാണ്, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ പഴത്തിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം, അതുപോലെ മുട്ടത്തോടിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, കഞ്ഞിവെള്ളത്തിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളെ വിഘടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് നല്ല പോഷകങ്ങൾ വിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനാണ് കഞ്ഞിവെള്ളത്തിൽ ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു 3 ദിവസമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. 3 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ പച്ചക്കറികൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം നന്നായി കുളിച്ച് ഈ ഒരു പരുവത്തിലാവും. അപ്പോൾ നമ്മൾ എത്രയാണ് എടുത്തത് അതിൻ്റെ 10 ഇരട്ടി വെള്ളം അതിൽ മിക്സ് ചെയ്യാം. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കിയത് അതിൻ്റെ 10 ഇരട്ടി വെള്ളത്തിൽ വേണം ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ വെള്ളരിക്കാണ്. അപ്പോൾ വെള്ളരിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല വലിയ വെള്ളരിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വേറൊരു ചാക്കിലുണ്ടായിരുന്ന വെള്ളരിക്കാണ്. അപ്പോൾ വെള്ളരിക്ക ഓരോന്നുണ്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ അത് കണ്ട നല്ല ഭംഗിയിൽ ഇതല്ലാട്ട് ഇതിൻ്റെ ഒറിജിനൽ വലിപ്പം ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഈ അവസ്ഥയിലായപ്പോൾ കണ്ടുനോക്കിയ നമ്മുടെ വെള്ളരിയുടെ ഒരു അവസ്ഥ. ഇത് കുറച്ച് മുന്നേ ഞാൻ കാണിച്ചതാണ്. പക്ഷേ ഇത് ഈ ഒരു വളം ഒഴിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ വെള്ളരി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വളമാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയുക, കഞ്ഞിവെള്ളത്തിൽ ചാരം കൂടി മിക്സ് ചെയ്തിട്ട് വെറുതെ എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കാം. അതും നമ്മൾ ഈ പച്ചക്കറിക്ക് നല്ലതാണ്. എല്ലാ പച്ചക്കറികൾക്കും നല്ലതാണ്, പ്രത്യേകിച്ച് ഇതിനും നല്ലതാണ് കേട്ടോ. അത് ആ വളം തന്നെ മതി. പക്ഷേ മാസത്തിലൊരിക്കൽ നമ്മൾ ഈ കാൽസ്യം അതുപോലെ പൊട്ടാസ്യം ഒക്കെ കൊടുക്കണം. പഴത്തിൻ്റെ ആ ഒരു അരച്ച കൊടുക്കണം. പിന്നെ അത് ഞാൻ വേറൊരു വെള്ളരി ഇതുപോലെ ഒരു പഴയൊരു കസാരൻ്റെ അതിലേക്ക് പടർത്തിയതാണ്. അപ്പോൾ അതിലൊരു വെള്ളരിയുണ്ട്, കസാരയിൽ ഇരിക്കുന്ന പോലെയാണ് കേട്ടോ ഒരാൾ വരുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് കായ്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒരു സിംഗിലാണ് കേട്ടോ മുളച്ച് വന്നിട്ടുള്ളത്. ഇതൊക്കെ വെറുതെ മുളച്ച് വരുന്ന വെള്ളരിക്കാണ്, വിത്ത് ഭാവിയിട്ടല്ല, നമ്മൾ വെറുതെ പച്ചക്കറിയുടെ വേസ്റ്റ് കൊടുത്തിട്ടേന്ന് മുളച്ച് വരുന്നുണ്ട്. ഈ ഒരു സിമെൻറ്റ് ചക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേമ്പ് നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൈപ്പൊക്കെ നിൽക്കുന്നുണ്ട്, പിന്നെ വെള്ളരി ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളരി ഇതേ ഇവിടെ പടരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കയർ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് കായകൾ ഉണ്ടായി പറിച്ചു, അതുപോലെ തന്നെ ഇനിയും ഉണ്ടാവുന്നുണ്ട് ചെറിയ ചെറിയ കായകൾ. ഇതുണ്ടോ, പിന്നെ ഇതൊക്കെ ഇനി വലുതാവട്ടാ. അപ്പോൾ ഇതിങ്ങനെ പടരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വള്ളി കെട്ടി കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഈ കറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന വെള്ളരി ഇവിടെ വിത്തിട്ട് കൊടുത്തിട്ട് മാത്രം മുളച്ചിരുന്ന കേട്ടോ. ഇതിന് ഒരു കാശലിപ്പില്ലാതെ നമുക്ക് ആഴ്ചയിൽ ഒരു വെള്ളരിക്ക് പറിക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് വെള്ളരി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. വെറും കരിയിലയിൽ സിമെൻറ്റ് ചാക്കിൽ കരിയില നിറച്ചിട്ട് നടന്ന ഒരു പ്രക്രിയ. അപ്പോൾ എല്ലാവരും നട്ടു വെക്കുക. ഇതേപോലെ ടെറസിൽ ഒരു നല്ലൊരു പച്ചക്കറി തോട്ടം നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു സ്പേസ് മതി, ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതേപോലത്തെ വേസ്റ്റ് നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ അരച്ചിട്ട് നമുക്ക് ഒരു വളമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെള്ളരിക്കുണ്ടാവും.